ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2, 3, 4 മാത്രം. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്ന് നോക്കാം. 2, അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൾ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അടുത്ത ചോദ്യം നോക്കാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 2, 3 മാത്രം. 2, 3 ആണ് തെറ്റായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ഏതാന്ന് നോക്കാം. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഈ 2 പ്രസ്താവനകളാണ് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 മാത്രമാണ് ശരിയായ ജോഡി. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2, 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 4, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടന്നു. ഇവയാണ് ശരിയായ ജോഡികൾ. അടുത്ത ചോദ്യം നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി 1, 4 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 4, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 3, 4 മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. 3, ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. 4, വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീർ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 2, 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 3, 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. 4 മാത്രമാണ് തെറ്റായത്. ഏതാണെന്ന് നോക്കാം. ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ഡി വിനയചന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. അതാണ് തെറ്റായ ഓപ്ഷൻ തന്നിരിക്കുന്നവയിൽ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്ക് ശരിയായത് ഏതാണെന്ന് നോക്കാം. 1, മലബാർ കലാപം. 2, ക്ഷേത്രപ്രവേശന വിളംബരം. 3, ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. 4, അതിർത്തി ഗാന്ധിയുടെ മരണം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. 2, KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. 3, കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ.
അടുത്ത ചോദ്യം നോക്കാം. കിബുള്ളംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ഉത്തരം അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ഉത്തരം ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിഡ്യുവൽ പർവ്വതം ഉദാഹരണമാണ്? ഉത്തരം ആരവല്ലി. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ഉത്തരം ചുവപ്പ് മണ്ണ് ഓർ റെഡ് സോയിൽ. അടുത്ത ചോദ്യം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്? ഉത്തരം ആന്ത്രസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ഉത്തരം മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഉത്തരം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ഉത്തരം 1937. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം വേദാധികാര നിരൂപണം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? ഉത്തരം 1ഉം 3ഉം ശരിയാണ്. ആരൊക്കെയാന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെ? ഉത്തരം ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഉത്തരം ട്രാൻകിബാർ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത്? ഉത്തരം കുറിച്യ കലാപം 1810. അടുത്ത ചോദ്യം. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. നോക്കാം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 3. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ തന്നിരിക്കുന്നവയിൽ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. 3. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 എന്നിവയാണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 2. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. 4. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്ത ചോദ്യം. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ? ഉത്തരം എസ് സോമനാഥ്, ഭുവനേശ്വരി. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി 4ആണ്. 4 ഏതാണെന്ന് നോക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അടുത്ത ചോദ്യം. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം റഷ്യ. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം.
1812 കുറിച്യ ലഹള ഉണ്ടായത്. 3 പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. 4 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഉത്തരം കേരളീയ സുഗുണ ബോധിനി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. 3 പ്രസ്താവനയും ശരിയായവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. 2. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 3. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അടുത്ത ചോദ്യം നോക്കാം. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഉത്തരം പാലക്കാട്, ചേലക്കര. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം 41. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഉത്തരം വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഉത്തരം പറമ്പിക്കുളം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ഉത്തരം 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം 5. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. ഉത്തരം 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം TK മാധവൻ. 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഉത്തരം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഉത്തരം ജനസംഖ്യാനുപാത സംവരണം. അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഉത്തരം അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഉത്തരം ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം വാൾട്ടർ G. റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമേത്? ഉത്തരം പ്ലാസന്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഉത്തരം സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷകാകീർണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഉത്തരം വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ഉത്തരം വൃക്കധമനി. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 3, കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഉത്തരം മുനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം സൊമാറ്റോട്രോപി. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരിയായ പ്രസ്താവന. എന്താണെന്ന് നോക്കാം. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. അടുത്ത ചോദ്യം, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഉത്തരം കണ്ണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം.
ഉത്തരം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഉത്തരം സമ്പുഷ്ട യുറേനിയം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം? ഉത്തരം 4 മടങ്ങാകും. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം വേഗം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂട്രോണിനെ കണ്ടെത്തി. റബ്ബറിന്റെ മോണോമർ? ഉത്തരം ഐസോപ്രീൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഉത്തരം ഹെൻറി ബെക്കുറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ഉത്തരം അലുമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്? ഉത്തരം ഐസോബാറുകൾ. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത് നോക്കാം. 81 ഓപ്ഷൻ എ, 82 ഓപ്ഷൻ ബി, 83 ഓപ്ഷൻ ഡി, 84 ഓപ്ഷൻ എ, 85 ഓപ്ഷൻ എ, 86 ഓപ്ഷൻ സി, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ ബി, 89 ഓപ്ഷൻ ഡി, 90 ഓപ്ഷൻ ഡി, 91 ഓപ്ഷൻ ബി, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ എ, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ ബി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ ഡി, 98 ഓപ്ഷൻ സി, 99 ഓപ്ഷൻ ഡി, 100 ഓപ്ഷൻ സി. അപ്പോൾ ഇന്ന് എക്സാം എഴുതിയ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.